ഹായ് എവരി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മിൻറ്റേഴ്സ് ഫോഴ്സിനെ കുറിച്ചാണ്. ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എ ടു ഇസഡ് നമുക്കൊന്ന് നോക്കിപ്പോവാം. എന്താണ് മിൻറ്റേഴ്സ് ഫോഴ്സ്? നമുക്കറിയാം, മെറ്റാവേഴ്സ കോയിനായ ഇൻ മെറ്റാ കോയിൻ്റെ പ്രൊജക്റ്റുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് മിൻറ്റേഴ്സ് ഫോഴ്സ്. അത് IMC കോയിൻ്റെ കമ്മ്യൂണിറ്റി ഡെവലപ്പിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു മിൻറ്റേഴ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഇതിൻ്റെ എ ടു ഇസഡ് കാര്യങ്ങൾ, എങ്ങനെ മിൻറ്റേഴ്സ് ഫോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ കോൺട്രാക്റ്റ് എടുക്കാം, എങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം എന്നീ തുടങ്ങുന്ന വീഡിയോകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. കാരണം ഇത് മിൻറ്റേഴ്സ് ഫോഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് കാണാൻ സാധിക്കത്തില്ല. അവർക്ക് ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പോലും സാധിക്കത്തില്ല. രജിസ്റ്റർ ചെയ്തു വരുന്ന ആൾക്കാർക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. നമ്മൾ നേരെ അസറ്റിലേക്കായിരിക്കും വന്ന് കയറുക. ഹോം എന്ന് പറഞ്ഞാൽ അസറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ഇപ്പോൾ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലുള്ള BNB എത്രയാണ്, USDT എത്രയാണ്, IMC എത്രയാണ് എന്നൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് താഴത്ത്, അതായത് ട്രസ്റ്റ് വാലറ്റിൻ്റെ പ്രോപ്പർട്ടി മെനു താഴത്ത്, അതായത് സപ്പോർട്ടിൻ്റെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിൻറ്റേഴ്സ് ഫോഴ്സിൽ IMC RP തൊട്ടപ്പുറത്ത് സപ്പോർട്ട് കാണാം. അതിൻ്റെ തൊട്ട് താഴത്ത് ഒരു റീഫ്രഷ് ബട്ടൺ ഉണ്ട്. ആ റീഫ്രഷ് ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് വാലറ്റിൽ ബാലൻസ് കാണിക്കുന്നത് എററാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വാലറ്റുമായി മിൻറ്റേഴ്സ് ഫോഴ്സ് കണക്റ്റ് ആവും. അപ്പോൾ കാണിക്കും, നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇവിടെ ഫോമിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് യുവർ ഡീറ്റെയിൽസ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള സബ്സ്ക്രിപ്ഷൻ പാക്കേജാണ് നിങ്ങൾ എടുത്തതെന്നും നിങ്ങളുടെ റഫറൽ ആരാണെന്നും ഉള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ ഏത് ഡേറ്റിലാണ് നമ്മൾ എടുത്തതെന്നും ഏത് ഡേറ്റ് വരെയാണ് നമുക്ക് ഇതിൻ്റെ കാലാവധി ഉള്ളതെന്നും ഇവിടെ കാണാം. ഞാൻ സെപ്റ്റംബർ 2-ാം തീയതിയാണ് ഈ മിൻറ്റേഴ്സ് ഫോഴ്സിലേക്ക് വന്നത്. അടുത്ത വർഷം, അതായത് 2025 സെപ്റ്റംബർ 2-ാം തീയതി വരെ എനിക്ക് ഈ ഒരു പാക്കേജ് നിലനിൽക്കും. അതിനുള്ളിൽ നമുക്ക് എത്ര വേണം മിൻറ്റ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാവുന്നതാണ്. അടുത്തത് മൂന്നാമത്തെ ഓപ്ഷനാണ് സബ്സ്ക്രിപ്ഷൻ പാക്കേജാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 പാക്കേജാണ് നമുക്കുള്ളത്: $10, $50, $200. ഇതിലേത് വേണമെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് മിൻറ്റേഴ്സ് ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിൻറ്റിങ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മിൻറ്റിങ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ പാക്കേജ് നമ്മൾ എടുത്തേ മതിയാവും. അതിന് $10 ആണെങ്കിൽ, ഒരു ഇൻവെസ്റ്റർ ആയി നിൽക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ $10 കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ല, മിൻറ്റേഴ്സ് ഫോഴ്സിനെ കുറിച്ചൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർക്കും ഈ $10 മുടക്കി അവർക്ക് മിൻറ്റിംഗ് കോഴ്സ് ലേണിംഗ് എടുത്തുകൊണ്ട് 7 ദിവസം ലേണിംഗ് എടുത്തുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ തുടങ്ങാം. 1 ഇയറാണ് സബ്സ്ക്രിപ്ഷൻ പാക്കേജ്. ഈ 1 ഇയറിന് ഉള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മിൻറ്റ് ചെയ്യാം. ഈ $10 കൊടുക്കുന്നത് കൊണ്ട് തന്നെ 1 വർഷത്തേക്ക് കാലാവധി നമുക്ക് ഈ ഒരു പാക്കേജ് നിലനിൽക്കും. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാശുള്ള സമയത്ത് മിൻറ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തത് $50 പ്രൊമോട്ടറാണ്. നിങ്ങളൊരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്ത് നിങ്ങളൊരു ലീഡറാണെങ്കിൽ, മറ്റുള്ള നെറ്റ്വർക്ക് മാർക്കറ്റ് പോലെ നിങ്ങളൊരു ലീഡറാണെങ്കിൽ നിങ്ങൾക്ക് $50 കൊടുത്തുകൊണ്ട് ഈ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ ഈ ഒരു പാക്കേജ് എടുക്കാം. മൂന്നാമത്തത് എക്സ്പാൻഡറാണ്. നിങ്ങൾക്ക് ഒന്ന് വിപുലീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ ഒരു പാക്കേജ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ 3 ഡീറ്റെയിൽസും 3 പാക്കേജിൻ്റെയും വ്യത്യസ്തമായ ഇൻകം പ്ലാനിനെ കുറിച്ച് നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഞാൻ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്നില്ല. ഇവിടെ നമ്മൾ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തുകയാണ്. അടുത്ത 4-മത്തേത് IMC എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ
ഈ മിൻറ്റേഴ്സ് ഫോഴ്സിൽ ഞാൻ വന്നതിന് ശേഷം എന്നിൽ നിന്നും അത് ഞാൻ വിഡ്രോ ചെയ്യുന്ന സമയത്തൊക്കെ ബേണിംഗ് ആയി പോകും എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് മിൻറ്റേഴ്സ് ഫോഴ്സിൻ്റെ ബേണിംഗ് ആൻഡ് എമിഷൻ. കാരണം കോയിൻ്റെ സപ്ലൈ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സപ്ലൈ കുറച്ച് കൊണ്ടുവരുന്ന ഡിമാൻഡിലേക്ക് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ടെക്നോളജിയാണ് ബേണിംഗ് ആൻഡ് എമിഷൻ. അതിവിടെ വളരെ ഇംപ്ലിമെൻ്റായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഓരോ ഡീറ്റെയിൽസും ഇവിടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ എൻ്റെ 3458 കോയിനാണ് ബേണായി പോയിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസം കൊണ്ട് ഞാൻ 2-ാം തീയതി ജോയിൻ ചെയ്തു. ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ഇതിൽ നടത്തിയിരിക്കുന്ന മിൻറ്റേഴ്സ് ഫോഴ്സിൽ നടത്തിയിരിക്കുന്ന വിഡ്രോയിൽ നിന്നും ബേണിംഗ് ആയതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് BSC സ്കാനിൽ പോയാൽ കാണാൻ പറ്റും. ഓരോരുത്തർക്കും ബേണിംഗ് ആകുന്ന കോയിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. IMC കോയിൻ്റെ സപ്ലൈ കുറഞ്ഞു വരുന്നതായിട്ടും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് ഹോം എന്ന് പറഞ്ഞ ഇതിലുള്ള 4 ഓപ്ഷനുകൾ. അടുത്തത് RP ആണ്, റെഫറൽ പ്രോഗ്രാം. അതിൽ DRI എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റെഫറൽ ഇൻസെൻറ്റീവ് ആണ്. നമുക്ക് താഴെ വന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഇൻസെൻറ്റീവ്. അത് അവരെടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാക്കേജിൻ്റെ 10% ആണ് നമുക്ക് കിട്ടുക. അവർ ഏതൊക്കെ കാറ്റഗറിയിൽ എടുത്താലും അതിൻ്റെ 10% നമുക്ക് കിട്ടും. ഇത് ഡോളറായിട്ടും കിട്ടും, IMC ആയിട്ടും കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇൻകം പ്ലാൻ എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തത് ഡയറക്റ്റ് റെഫറൽ ബോണസ് ആണ്. അടുത്തത് GTS ആണ് നമുക്ക് പ്രധാനപ്പെട്ടത് അറിയേണ്ടത്, ഗ്ലോബൽ ടീം ഷെയറിംഗ്. അത് $10 എടുത്താലും വരും, $50 എടുത്താലും വരും, $200 എടുത്താലും വരും. കാരണം $10 നമുക്ക് കിട്ടുന്നത് മുകളിൽ നിന്നും 5, താഴത്തു നിന്നും 5. $50 എടുക്കുന്നവർക്ക് കിട്ടുന്നത് മുകളിൽ നിന്നും 10, താഴത്തു നിന്നും 10. അങ്ങനെ ടോട്ടൽ 20 പേര്. എന്നാൽ എക്സ്പാൻഡർ എന്ന് പറഞ്ഞ ആളെടുക്കുമ്പോൾ മുകളിൽ നിന്നും 15, താഴത്തു നിന്നും 15. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 15 ടീംസ് വന്നിട്ടുണ്ട്. ടോട്ടൽ 30 ടീംസ് ഇവിടെ എനിക്ക് വന്നിട്ടുണ്ട്. താഴത്തുനിന്ന് 15 ഉണ്ടോ, 15, 14, 12 ഇവിടെ ഒന്നാവും. പിന്നെ തിരിച്ച് 1, 2, 3, 4, 5. അതായത് മുകളിൽ നിന്നും 15, താഴത്തു നിന്നും 15. അത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് കയറും. കാരണം അവരെടുത്തിരിക്കുന്ന ഗ്ലോബൽ ടീമിൽ ഈ 30 പേരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന പാക്കേജിൻ്റെ 0.5% USDT ആയിട്ടും 0.5% USDTക്ക് തത്തുല്യമായ IMC ആയിട്ടായിരിക്കും ഇവിടെ നമുക്ക് കയറുക. കണ്ടോ, ഇത് എൻ്റെ 15ാമത്തെ ഒരു മെമ്പർ എടുത്തിരിക്കുന്നത് 50 ആണ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അതിൻ്റെ 0.5% 25 USDT സെൻറ്റ്, 0.025 സെൻറ്റ് നമുക്ക് ഏണിംഗ് കയറിയിട്ടുണ്ട്. അങ്ങനെ 50 എടുത്തിട്ടുണ്ട്, 60 എടുത്തിട്ടുണ്ട്, 10 എടുത്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ നമുക്ക് ചുറ്റുപാടുമുള്ള മുകളിൽ നിന്നും 15 പേര്, താഴത്തു നിന്നും 15 പേര്. ഇത് ഞാൻ എക്സ്പാൻഡർ ആയതുകൊണ്ടാണ് 15 പേര്. ഇനി മിൻറ്റേഴ്സ് ആണെങ്കിൽ $10 സബ്സ്ക്രിപ്ഷൻ എന്നെങ്കിൽ നിങ്ങൾക്ക് 5 കിട്ടത്തുള്ളൂ, 10 പേര്. ഇനി അതല്ല പ്രൊമോട്ടർ ആണെങ്കിൽ $50 ആണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നിന്നും 10, താഴത്തു നിന്നും 10. അങ്ങനെ ടോട്ടൽ 20 പേര്. ഓക്കെ, അടുത്തതാണ് AEGC, ആക്റ്റീവ് എക്സ്പാൻഡേഴ്സ് ഗ്ലോബൽ ക്ലബ്ബ്. ഇതിൻ്റെ ബ്യൂട്ടി, ഈ മിൻറ്റേഴ്സ് ഫോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്, ആക്റ്റീവ് എക്സ്പാൻഡർ. എന്താണ് ആക്റ്റീവ് എക്സ്പാൻഡർ? ഞാൻ എക്സ്പാൻഡർ ആകുകയും എനിക്ക് താഴെ ഒരു പ്രൊമോട്ടറോ ഒരു എക്സ്പാൻഡറോ ഡൗൺലൈനായിട്ട് വന്നാൽ ഞാൻ ആക്റ്റീവ് എക്സ്പാൻഡർ ക്ലബിലേക്ക് ജോയിൻ ചെയ്തു. ഇപ്പോൾ എൻ്റെ ടീമിൽ 3 പേര് വന്നിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് 9 മാസം. ഒരാൾ വന്നാൽ നമുക്ക് 3 മാസം, 2 പേര് വന്നാൽ 6 മാസം, 3 പേര് വന്നാൽ 9 മാസം. അപ്പം ഈ 9 മാസ കാലയളവിൽ എനിക്കെന്ത് ചെയ്യും? 30 ടീമിനെ വേറെ കിട്ടും. ഈ കാണുന്ന ടീമല്ല, ഈ ഗ്ലോബലി ടീം ഷെയറിംഗ്, ഈ കാണുന്ന ടീമല്ല ഇത് ആക്റ്റീവ് എക്സ്പാൻഡേഴ്സ് ടീമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം വന്നിരിക്കുന്നത് അതിൽ ആക്റ്റീവ് എക്സ്പാൻഡർ ഉണ്ടാവാം, പ്രൊമോട്ടർ ഉണ്ടാവാം, മിൻറ്റേഴ്സ് ഉണ്ടാവാം. രണ്ടാമത് നമ്മൾ ആക്റ്റീവ് എക്സ്പാൻഡർ ക്ലബിൽ വന്നാൽ നമ്മൾക്ക് ഈ ഒരു സിസ്റ്റം തരുന്നത് 30 പേരെ തരും. പക്ഷേ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആക്റ്റീവ് എക്സ്പാൻഡർ ആകുമ്പോൾ തന്നെ നമുക്ക് എന്താണ് 15 പേർ, നമുക്ക് മുന്നിലുള്ള 15 എക്സ്പാൻഡർ ആയി നിൽക്കുന്ന ആൾക്കാരുടെ നമുക്ക് ജോയിനിങ്, ആ ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടി ജോയിനിങ് ആകും. പിന്നീട് നമ്മൾ ആയതിനു ശേഷം, ഇവിടെ ഞാൻ ആയതിനു ശേഷം 3 പേരെ എക്സ്പാൻഡർ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കി എത്ര 12 പേരും കൂടെ എക്സ്പാൻഡർ ആകുന്ന മുറയ്ക്ക് എൻ്റെ ഈ ക്ലബിലേക്ക് കയറും. ഈ 30 ആൾക്കാർ അവരെപ്പോഴൊക്കെ ഇൻകം വിഡ്രോ ചെയ്യുന്നുണ്ടോ
അവർ മിൻറ്റിങ് ചെയ്തിട്ടുണ്ടാവാം, അവർ റെഫറൽ ചെയ്തിട്ടുണ്ടാവാം, അവർ എന്ത് ചെയ്താലും അവർ ഈ സിസ്റ്റത്തിൽ നിന്നും എപ്പോഴൊക്കെ വിഡ്രോ ചെയ്യുന്നോ അപ്പോഴൊക്കെ അവരുടെ 1% USDT ആയിട്ടും 1% IMC ആയിട്ടും ഈ 9 മാസം എനിക്ക് കിട്ടും. ഒരാളെ വെച്ചാൽ 3 മാസം നിങ്ങൾക്ക് കിട്ടും, 2 പേരെ വെച്ചാൽ 6 മാസം കിട്ടും, 3 പേരെ വെച്ചാൽ 9 മാസം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഈ ആക്റ്റീവ് എക്സ്പാൻഡർ ആകുന്നതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ്. ഓക്കെ, അടുത്തത് ജീനിയോളജിയാണ്. ഇതിവിടെ ബൈനറി ഉണ്ട്. നമുക്ക് ബൈനറി മാച്ചിങ്ങിനും 10% വെച്ച് കിട്ടും. അത് USDT ആണെങ്കിൽ $100 $200, മാക്സിമം ക്യാപ്പിംഗ് $500 ബാക്കിയുള്ളത് ക്യാരി ഫോർവേഡ് ചെയ്യും. അതുപോലെ തന്നെ IMC കോയിൻ ആണെങ്കിൽ 200 IMCയും 2000 IMCയും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ക്യാരി ഫോർവേഡ് ചെയ്യും. ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് അൺലിമിറ്റഡ് ആയിട്ട്, ലിമിറ്റഡ് ടൈമിംഗ് ഒന്നുമില്ല, അവിടെ കിടക്കും. അടുത്തടുത്ത ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാച്ചിങ് ആയി 10% കയറിക്കൊണ്ടിരിക്കും. ഓക്കെ, അവിടെ ക്യാപ്പിംഗ് വരുന്നത് 10,000 പെർ ഡേ ആണ്. ഇനി അടുത്തത് MB ആണ്, മാച്ചിങ് ബോണസ്. ഇവിടെ പറഞ്ഞുള്ള മാച്ചിങ് ബൈനറി മാച്ചിങ് ബോണസിൻ്റെ ആണ്. ഇനി വിഡ്രോവലാണ്. USDT വിഡ്രോ ചെയ്ത് നമുക്ക് കാണാം. പെർ ഡേ നമുക്ക് വിഡ്രോ ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തത് വിഡ്രോ റിപ്പോർട്ട്. ഇതാണ് RP, റഫറൽ പ്രോഗ്രാമിൽ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ആണ് ഇത് വിഡ്രോ ചെയ്യുന്നതൊക്കെ. അടുത്തത് കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്റ്റ് നമ്മൾ പറഞ്ഞു 5 തരം കോൺട്രാക്റ്റ് ഉണ്ട്. അതിൽ 7 ദിവസത്തേത് ലേണിംഗ് ആണ്. പ്രൊമോട്ടർ ആയാലും മിൻറ്റേഴ്സ് ആയിട്ടും വരുന്നവർക്ക് ഈ 7 ദിവസത്തേത് അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ്. എക്സ്പാൻഡർ ആയിട്ട് വരുന്നവർക്ക് ഈ 7 ദിവസം ലേണിംഗ് ചെയ്യണമെന്നില്ല. ബാക്കിയുള്ള ഏത് കോൺട്രാക്റ്റ് വേണേൽ സൈൻ ചെയ്തുകൊണ്ട് മിൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് IMC കോയിനെ ഏൺ ചെയ്യാം. ഇവിടെ എൻ്റെ കോൺട്രാക്റ്റ് ഞാൻ ആദ്യം എടുത്തത് 1500 ലേണിംഗ് ആയിരുന്നു. രണ്ടാമത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പ്രാക്ടീസാണ്. അത് കഴിഞ്ഞിട്ടില്ല, അത് ഇനിയുണ്ട് ദിവസം. കണ്ടോ, പ്രാക്ടീസ് 6000 IMC കോയിൻ സ്റ്റേക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഡെയിലി ഇപ്പം മിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെയിലി അപ്പം എനിക്ക് 25 കോയിൻ വെച്ച് കിട്ടും. ഇനി 15,000 IMC കോയിനാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ അപ്പോൾ മിൻറ്റ് ചെയ്ത് കിട്ടുന്ന റിവാർഡ് എന്ന് പറഞ്ഞാൽ 60 IMC കോയിൻ കിട്ടും. ഇനി അതല്ല 30,000 ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ IMC കോയിൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി സ്റ്റേക്ക് ചെയ്തുകൊണ്ട് റിവാർഡ് 175 IMC കോയിൻ നിങ്ങൾക്ക് 300 ദിവസം വരെ. 30,000 കോയിൻ നമ്മൾ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 ദിവസം വരെ സ്റ്റേക്കിംഗ് പീരീഡ് കിട്ടും. ഇനി 15,000 കോയിനാണ് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 120 ദിവസം കിട്ടും. കണ്ടോ, ഇവിടെ 15,000-ന് 120 ദിവസം 60 IMC വെച്ച് കിട്ടും. ഇനി 300 ദിവസത്തിൻ്റെതിന് 30,000 കോയിനാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യേണ്ടത്, 175 വെച്ച് കിട്ടും. 45 ദിവസത്തേത് 6000 IMC കോയിൻ കൊടുത്താൽ നമുക്ക് 25 IMC വെച്ച് ഡെയിലി കിട്ടും. ഓക്കെ, ഇതിൽ മിൻറ്റേഴ്സിനും പ്രൊമോട്ടേഴ്സിനും ഈ 50 വീക്കിൻ്റെത് ചെയ്യാൻ സാധിക്കത്തില്ല. അത് എക്സ്പാൻഡേഴ്സിന് മാത്രമേ ഉള്ളൂ. എക്സ്പാൻഡേഴ്സിന് ഈ കാണുന്ന ഏത് വേണമെങ്കിലും കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം. ഇനി വൺസ് നിങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺട്രാക്റ്റ് വിഡ്രോ ചെയ്യാം. ഇവിടെ ക്യാൻസൽ, ഇപ്പം ഞാനിപ്പോൾ ഏകദേശം 12 ദിവസം കൊണ്ടേ ആയിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഈ കോൺട്രാക്റ്റ് ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാം. ഞാൻ കൊടുത്തിരിക്കുന്ന ഈ 6000 IMC കോയിൻ 30% ബേണിംഗ് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാം. അത് നമുക്ക് അപ്പോൾ തന്നെ വിൽക്കുകയും ചെയ്യാം. കാരണം ഈ കോൺട്രാക്റ്റിൽ നിന്നും നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ, കാരണം കോൺട്രാക്ട് 45 ദിവസമാണല്ലോ, 45 ദിവസം നമുക്ക് വേണ്ട താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് 12 ദിവസമോ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ നമുക്ക് വിഡ്രോ ചെയ്താലും 30% കട്ട് ഓഫ് ചെയ്യും. കട്ട് ഓഫ് ചെയ്യുന്നത് അവർക്ക് എടുക്കാനല്ല, അത് നശിപ്പിക്കപ്പെട്ട് കളയുകയാണ്. ബേണിംഗ് ആൻഡ് എമിഷൻ എന്ന ടെക്നോളജി വെച്ചിട്ട് നശിപ്പിക്കപ്പെട്ട് കളയുകയാണ്. ഇനി അടുത്തത് ഇവിടെ കാണുന്നത് കോൺട്രാക്റ്റിൽ തന്നെ അടുത്ത് കാണുന്നത് ALP സ്ലോട്ടാണ്, അസോസിയേറ്റ് ലിക്വിഡിറ്റി പാർട്ട്ണർ. എന്താണ് അസോസിയേറ്റ് ലിക്വിഡിറ്റി പാർട്ട്ണർ? ഇതിനെക്കുറിച്ച് വിശദമായ നമ്മുടെ മറ്റേ ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്കകത്ത് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. നമുക്ക് ഒരു ദിവസം ഈ അസോസിയേറ്റ് ലിക്വിഡിറ്റി പാർട്ട്ണർ ആകണമെങ്കിൽ 2 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, നമ്മൾ എക്സ്പാൻഡർ ആയിരിക്കണം, നമ്മുടെ സ്പോൺസർ എക്സ്പാൻഡർ ആയിരിക്കണം. അതിനുശേഷം വരുന്ന ആക്റ്റീവ് 25 മിൻറ്റേഴ്സ് നമ്മൾക്ക് കീഴിൽ വരുമ്പോൾ, അതായത് നമ്മുടെ ഡൗൺലൈൻ ആയിട്ടല്ല, നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ആക്റ്റീവ് 25 മിൻറ്റേഴ്സ് വരുമ്പോൾ ഇവിടെ നമുക്ക്
അസോസിയേറ്റ് ലിക്വിഡിറ്റി പാർട്ണർ സ്ലോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു പൊസിഷനിൽ സ്ലോട്ട് 1 എന്നും പറഞ്ഞ് തെളിയും. അവിടെ 1,00,000 1 ലക്ഷം മുതൽ മുകളിലേക്കാണ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക. ഇവർക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാം. ഇവിടെ ഇവർക്ക് മിൻറ്റ് ചെയ്യേണ്ട, ടാസ്ക് ചെയ്യേണ്ട, യാതൊന്നും ചെയ്യേണ്ട. ഒരു സൈലൻറ്റ് പാർട്ട്ണറായിട്ട് നിന്നുകൊണ്ട് ഇവർക്ക് ഇവിടുന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. അത് ഏൺ ചെയ്യാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഗ്ലോബലിൽ മിൻറ്റ് ചെയ്യുന്ന IMC കോയിൻ്റെ 25% ലിക്വിഡിറ്റി പൂളിൽ നിന്ന് എടുത്ത് എത്ര പേരാണോ അസോസിയേറ്റ് ലിക്വിഡ് പാർട്ട്നേഴ്സായി സ്ലോട്ട് എടുത്തിരിക്കുന്നത് അത്രയും പേർക്ക് അവരെന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതുമാത്രമല്ല, ഇവിടെ ഓരോ ട്രാൻസാക്ഷനും വിഡ്രോയിനും അഡ്മിൻ ഫീസായിട്ട് കട്ട് ചെയ്യുന്ന 5% ഒരു ദിവസം എത്രയാണ് ടോട്ടൽ വരുന്നത് അതിൻ്റെ 10% കൂടെ ഈ എടുത്തിരിക്കുന്ന സ്ലോട്ടുകാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് ഒരു മാസം മിനിമം ഈ സിസ്റ്റം പറയുന്നത് 10,000 അതിന് മുകളിലേക്ക് എന്തായാലും വരും. മിനിമം ഗ്യാരണ്ടി പറയുന്നത് 10,000. ഇനി 10,000 വന്നില്ലെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും, ബാക്കി എത്രയാണോ 10,000 നിന്ന് കുറവുള്ളത് അത് സിസ്റ്റം തന്നുകൊണ്ട് ആ ഒരു മന്ത് കംപ്ലീറ്റ് ചെയ്യും. അതിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റിവാർഡ് ALP എത്ര റിവാർഡ് നമുക്ക്, എനിക്കിപ്പോൾ സ്ലോട്ട് ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയാൽ 1,00,000 കോയിൻ കൊടുത്തുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമുക്ക് വിഡ്രോ ചെയ്യാം. കണ്ടോ, അവൈലബിൾ ബാലൻസ്, അഡ്മിൻ ഫീസ്, ബേണിംഗ്. നമുക്ക് തന്നില്ലെങ്കിൽ ഒരു മാസം നമുക്ക് 10,000 കോയിൻ മിനിമം വന്നില്ലെങ്കിൽ, 10,000 അതിന് മുകളിലാണെങ്കിൽ കുഴപ്പമില്ല, 10,000 താഴെയാണെങ്കിൽ, ഇനി ഇൻ കേസ് നമുക്കൊരു 7,000 അല്ലെങ്കിൽ 8,000 കോയിനെ ഒരു മാസത്തിൽ നമുക്ക് വന്നുള്ളെങ്കിൽ സിസ്റ്റം 2,000 കോയിൻ അഡ്വാൻസ് കടമായിട്ട് നമുക്ക് തന്നുകൊണ്ട് ആ മന്ത് ഫില്ല് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് മന്തിലേക്ക് ഇവിടെ മൈനസിലേക്ക് പോവും. അത് ക്രമേണ പ്ലസ്സായി വരും. ഇനി അടുത്ത മാസവും 8,000 9,000 വന്നിട്ടുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ALP, അസോസിയേറ്റ് ലിക്വിഡിറ്റി പ്രൊവൈഡറിൻ്റെ ഇൻകം. അതാണ്. അടുത്തത് ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് താഴത്ത് 4ാമത്തെ. അതിലെ മുകളിൽ ടാസ്ക് നമുക്ക് കാണാം. ഇന്നത്തെ ടാസ്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ടാസ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടാസ്ക് കാണാം. ടാസ്ക് ഹിസ്റ്ററിയാണിത്. കണ്ടോ, ഓരോ ദിവസത്തെ ടാസ്ക് നമ്മൾ ബൈ എടുക്കുന്നതും സെല്ലടിക്കുന്നതും അതിൻ്റെ ട്രാൻസാക്ഷൻ ഹാഷ് നമ്മൾ കൊണ്ടുപോയി റെസിപ്റ്റ് കൊണ്ടുപോയി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതും ഒക്കെ ഇതിനകത്തുണ്ട്. അത് സക്സസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റിവാർഡ് ഞാൻ ആദ്യം ലേണിംഗ് ചെയ്തു. 7 ദിവസം 105 IMC കോയിൻ എനിക്ക് റിവാർഡായി കിട്ടി. അടുത്ത രണ്ടാമത്തെ ഞാൻ ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം 18 ടാസ്ക്കായി. അതിന് 450 IMC ആയി. ഓക്കെ. അടുത്തത് IMC RP, IMC റെഫറൽ പ്രോഗ്രാമിൻ്റെ ഇൻകമാണിത്. നമ്മുടെ താഴത്ത് വന്നിരിക്കുന്ന ആൾക്കാർ മിൻറ്റ് ചെയ്താലും റെഫർ ചെയ്താലും എന്ത് ചെയ്താലും 10% വെച്ച് നമുക്ക് USDT ആയിട്ടും IMC ആയിട്ടും കിട്ടും. ഇതിവിടെ ഡെയിലി റെഫറൽ ടാസ്ക് റിവാർഡ് ഇൻസെൻറ്റീവ്, അവർ ചെയ്യുന്ന ടാസ്കിൻ്റെ 10% കിട്ടുന്നതാണ്. AEGC ഇവിടെ അതേപോലെ തന്നെ ഗ്ലോബൽ ടീമിൻ്റെ മിൻറ്റേഴ്സ് ആക്റ്റീവ് എക്സ്പെൻഡേഴ്സ് ഗ്ലോബൽ ക്ലബ്ബ് അവരുടെ IMC കോയിൻ്റെ വിഡ്രോവലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കണ്ടോ, ആദ്യത്തെ 15ാമത് നിൽക്കുന്ന ആൾ 11,357 വിഡ്രോ ചെയ്തപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് 113.57 IMC ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ 30 പേര് നമുക്ക് അടുത്ത ഒരു 3 മാസത്തേക്കുണ്ടാവും. 3 പേരെ വെച്ചാൽ 9 മാസം ഉണ്ടാവും. 2 പേരെ വെച്ചാൽ 6 മാസം ഉണ്ടാവും. ഒരാളെ വെച്ചാൽ നമുക്ക് 3 മാസം ഉണ്ടാവും. അടുത്ത മാച്ചിങ് ബോണസ് ആണ്. ഇവിടെ ഉണ്ട് ബൈനറി USDTക്ക് USDT ആയിട്ടും IMCക്ക് IMC ആയിട്ടും 2 തരം ബൈനറി ഇൻകം നമുക്ക് ഇവിടെ കയറും. അടുത്ത റാങ്ക് ആണ്. റാങ്കിൻ്റെയൊക്കെ ക്രൈറ്റീരിയ നമുക്ക് വരും വീഡിയോകളിൽ വളരെ വ്യക്തമായ രീതിയിൽ പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അത് ഞാൻ വ്യക്തമാക്കി തരാം. മാസ്റ്റർ എക്സ്പാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്ത് നമ്മളൊരു എക്സ്പാൻഡർ ആയിരിക്കണം. നമ്മുടെ താഴത്ത് വരുന്ന ഡൗൺലൈൻസിൽ ഒരാളെങ്കിലും 1000 IMC പെർ മന്ത് വാങ്ങുന്നവരാണെങ്കിൽ അവരെ നമ്മൾ മാസ്റ്റർ എക്സ്പാൻഡർ എന്ന് വിളിക്കും. അത് ഏറ്റവും താഴത്താണെങ്കിൽ അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് പോയാലും ലെവൽ ഇൻകം നമുക്ക് കംപ്രസ് ചെയ്ത് മുകളിലേക്ക് കയറി വന്ന് കിട്ടും. 8 മുതൽ 12% വരെ നമുക്ക് കിട്ടും. 8 മുതൽ 12% വരെയാണ് ഇവിടെ ലെവൽ ഇൻകം കിട്ടണം. ലെവൽ ഇൻകത്തിൻ്റെ
ഡീറ്റെയിൽ പറയുന്നത്. പക്ഷേ ലെവലിംഗ് കിട്ടണമെങ്കിലുള്ള ക്രൈറ്റീരിയ നമ്മൾ മാസ്റ്റർ എക്സ്പാൻഡർ ആയിരിക്കണം. മാസ്റ്റർ എക്സ്പാൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൗൺലൈൻസ് നമ്മളാദ്യം എക്സ്പാൻഡർ ആയിരിക്കണം, നമ്മുടെ താഴത്തുള്ള ആൾ എക്സ്പാൻഡർ ആയിരിക്കണം, അവർക്ക് ഡെയിലി വരുന്ന ഇൻകം, ഡെയിലി അല്ല, മാസത്തിൽ വരുന്ന ഇൻകം 1000 ആയിരിക്കണം. IMC കോയിൻ മാസത്തിൽ വരണം. അതേപോലെ തന്നെ നമുക്ക് വരണം. അപ്പം നമ്മളെന്തായി, നമ്മൾ മാസ്റ്റർ എക്സ്പാൻഡറായി, നമ്മുടെ താഴത്തുള്ള ആളും മാസ്റ്റർ എക്സ്പാൻഡറായി. അപ്പോൾ അവരിൽ നിന്നുമുള്ള ലെവൽ ഇൻകം, അൺലിമിറ്റഡ് ഡെപ്തിൽ നിന്നും നമുക്ക് ലെവൽ ഇൻകം കിട്ടും 8 മുതൽ 12% വരെ. ഇവിടെ എനിക്ക് മൈനസിലേക്ക് പോയിരിക്കുന്നത് കണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊമോഷൻ ഉണ്ട്. എന്താണ് പ്രൊമോഷൻ? ഇപ്പോൾ നമ്മൾ എക്സ്പാൻഡർ ആകുകയും നമ്മുടെ താഴത്ത് ഒരു പ്രൊമോട്ടറെയോ ഒരു എക്സ്പാൻഡറെയോ വന്നാൽ നമ്മൾ എന്താകും? ആക്റ്റീവ് എക്സ്പാൻഡർ ആകും. അങ്ങനെ ഇവർ പറയുന്ന കാലയളവ് എന്താണ്? 25 മില്യൺ IMC കോയിൻ മാർക്കറ്റിൽ ഡൈല്യൂട്ട് ആകുന്നത് വരെയോ, അല്ലെങ്കിൽ Q1 ഇവരുടെ ഒഫീഷ്യലായ ലോഞ്ചിങ്, മിൻഡേസ് ഫോഴ്സിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് Q1 2025, അതായത് അടുത്ത വർഷം ആദ്യവാരം, ജനുവരിയോ ഫെബ്രുവരിയോ ആയിരിക്കും അടുത്ത വർഷം. അതിനുള്ളിലോ നിങ്ങൾ ഒരു ആക്റ്റീവ് മെമ്പേഴ്സ് ആയാൽ, ഒരു ആക്റ്റീവ് എക്സ്പാൻഡർ ആയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് $200 വർത്തിൻ്റെ IMC കോയിനും പിന്നെ ഈ 30 അംഗ ആൾക്കാരുടെ വിഡ്രോവലിൻ്റെ ഇൻകവും കിട്ടും. മനസ്സിലായോ? അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് തരുന്ന കോയിനാണ് ഞാനിവിടെ വിഡ്രോ ചെയ്തപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാണാം അഡ്വാൻസ്. എനിക്ക് ഏകദേശം അഡ്വാൻസ് 17,079 IMC വന്നിട്ടുണ്ട്. ഞാനത് വിഡ്രോ ചെയ്തു. ബേണിംഗ് ഫീസും അഡ്മിൻ ഫീസും ഒക്കെ കഴിഞ്ഞു 14,517 വിഡ്രോ ചെയ്തു. കാരണം നമുക്ക് അഡ്വാൻസ് ആയിട്ട് തരുന്നതാണ് ഇവർ. $200 വർത്തുള്ള ആ സമയത്ത് IMC കോയിൻ്റെ ഡോളർ വർത്ത് അനുസരിച്ച് നമുക്ക് $200 IMC കോയിൻ അവർ അപ്പോൾ തന്നെ തരും. ഇപ്പോഴത്തെ ഓഫർ പ്രമാണിച്ചാണ്. ഓഫർ കഴിഞ്ഞാൽ കിട്ടില്ല. ബാക്കിയുള്ള എല്ലാ നമുക്ക് ആനുകൂല്യങ്ങളും അതാത് സമയങ്ങളിൽ കിട്ടും. ഈ ഒരു ഓഫർ പ്രമാണിച്ച് ഇപ്പോൾ ആക്റ്റീവ് മെമ്പേഴ്സ് ആകുന്ന എല്ലാവർക്കും $200 വർത്തുള്ള IMC കോയിൻ, അതായത് നമ്മൾ 200 മുടക്കുന്നു, ആ 200 അപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് തരുന്നു. കാരണം സിസ്റ്റത്തിന് അറിയാം നമുക്ക് അഡ്വാൻസ് ആയിട്ട് ലോൺ തന്നാലും EMI അടഞ്ഞു പോകും. കാരണം എന്താ? ഗ്ലോബൽ എക്സ്പാൻഡർ ടീമിൻ്റെ 30 അംഗങ്ങളെ നമുക്ക് തന്നിരിക്കുക. അവർ വർക്ക് ചെയ്യും. കാരണം എക്സ്പാൻഡറായി വരുന്ന ആൾക്കാർ വെറുതെ ഇരിക്കാനല്ലല്ലോ. ഒന്നെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലീഡർ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ എക്സ്പാൻഡേഴ്സ് എടുത്ത് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ടീമിൽ നല്ല നല്ല ആൾക്കാർ വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്, ഒഫീഷ്യലായി ലോഞ്ച് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം എല്ലാവർക്കും മുതലെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നമ്മളൊരു എക്സ്പാൻഡർ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഒരു 3 മാസത്തേക്ക് നമുക്കൊന്നും ചെയ്യണ്ട. അടുത്ത 3ാമത്തെ മാസം ആകുമ്പോൾ നമ്മൾ വീണ്ടും ഒരു പ്രൊമോട്ടർ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തൊരു പ്രൊമോട്ടറെ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. $50 മുടക്കി നമ്മളൊരു പ്രൊമോട്ടറായാൽ വീണ്ടും അടുത്തൊരു 3 മാസം കൂടി നമുക്ക് ആക്റ്റീവ് എക്സ്പാൻഡേഴ്സിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് രുചിക്കാം. അതാണ് ഇവിടെ. കാരണം നമുക്ക് വന്നിരിക്കുന്ന 30 ഗ്ലോബലി കിട്ടുന്ന എക്സ്പാൻഡേഴ്സ് അവരെന്തൊക്കെ വിഡ്രോ ചെയ്തു, അവരവരുടെ പ്ലാറ്റ്ഫോമിൽ ഈ മിൻഡേസ് ഫോഴ്സിൽ എന്തൊക്കെ വിഡ്രോ ചെയ്തു അവിടെയൊക്കെ നമുക്ക് 1% കിട്ടും. ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്. മറ്റുള്ള മിക്ക പ്ലാറ്റ്ഫോമിലും ഇന്ന് നമ്മൾ കാണുന്ന മറ്റുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഹോൾഡ് ചെയ്യൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ മിൻഡേസ് ഫോഴ്സിൽ പറയുന്നത് നിങ്ങൾ വിഡ്രോ ചെയ്യിപ്പിക്കൂ, നിങ്ങളുടെ ഡൗൺലൈൻസിനെ നിങ്ങൾ വിഡ്രോ ചെയ്യിപ്പിക്കൂ, എങ്കിലേ നമുക്ക് ഇൻകം ഉള്ളൂ. നമ്മുടെ താഴത്തുള്ള ആൾക്കാർ എപ്പോഴൊക്കെ വിഡ്രോ ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് ഇൻകം ഉണ്ട്. കാരണം ഇവിടെ ഹോൾഡ് ചെയ്യേണ്ട ഈ ഒരു സിസ്റ്റം ഇങ്ങനെയാണ്, ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു അഡ്മിൻ കൺട്രോളും ഇല്ല. നിമിഷ നേരം കൊണ്ട് നമുക്കെല്ലാം വിഡ്രോ ചെയ്യുമ്പോൾ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് വരും. നമുക്കത് അപ്പം തന്നെ സെൽ ഔട്ട് ചെയ്ത് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിൻഡേസ് ഫോഴ്സിൻ്റെ സോഫ്റ്റ്വെയറെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. എന്ത് സംശയമുണ്ടെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാണെങ്കിലും ഞാൻ റിപ്ലൈ തരും. എൻ്റെ തിരക്കിനനുസരിച്ചായിരിക്കും ഞാൻ റിപ്ലൈ തരുന്നത്. ഇനി ആർക്കെങ്കിലും
എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. ഫണ്ടക്കേണിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.